മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് എപ്പോഴെങ്കിലും നിങ്ങൾക്ക് വലിയൊരു അപമാനം നേരിടേണ്ടി വന്നിട്ടുണ്ടോ? നിങ്ങളുടെ കഴിവുകളെയും രൂപത്തെയും അല്ലെങ്കിൽ നിങ്ങളുടെ സാമ്പത്തിക ചുറ്റുപാടുകളെയും നോക്കി ആരെങ്കിലും നിങ്ങളെ പരിഹസിച്ച് ചിരിച്ചിട്ടുണ്ടോ? ആ നിമിഷം നിങ്ങളുടെ ഉള്ളിലൂടെ കടന്നുപോയ വികാരം എന്തായിരുന്നു? നെഞ്ചിൽ വല്ലാത്തൊരു ഭാരവും തൊണ്ടയിൽ ഒരുതരം വിങ്ങലും അനുഭവപ്പെട്ടിട്ടില്ലേ? സങ്കടം കൊണ്ടാണോ അതോ ദേഷ്യം കൊണ്ടാണോ എന്ന് തിരിച്ചറിയാൻ കഴിയാത്ത വിധത്തിൽ കണ്ണുകൾ നിറഞ്ഞുപോയിട്ടുണ്ടാകാം. അപ്പോൾ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാകും, ഭൂമിയൊന്ന് പിളർന്നിരുന്നെങ്കിൽ അതിലേക്ക് താഴ്ന്നു പോകാമായിരുന്നു എന്ന്. അല്ലെങ്കിൽ ആ നിമിഷം തന്നെ നിങ്ങളെ അപമാനിച്ചയാളുടെ മുഖമടച്ചൊന്നു കൊടുക്കാനും ചുറ്റുമുള്ളതെല്ലാം തല്ലിത്തകർക്കാനും നിങ്ങളുടെ ഉള്ളിലെ രക്തം തിളച്ചിട്ടുണ്ടാകാം. അപമാനം എന്നത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വേദനിപ്പിക്കുന്ന ഒരനുഭവമാണ്. ശാരീരികമായി ഏൽക്കുന്ന മുറിവുകൾ ഉണങ്ങാൻ കുറച്ചു ദിവസങ്ങൾ മതിയാകും. എന്നാൽ വാക്കുകൾ കൊണ്ട് മനസ്സിലേറ്റ മുറിവുകൾ അത് വർഷങ്ങൾ കഴിഞ്ഞാലും ഉണങ്ങില്ല. ഓരോ തവണ ഓർക്കുമ്പോഴും ആ അപമാനത്തിന്റെ കയ്പ് നമ്മെ വേട്ടയാടിക്കൊണ്ടിരിക്കും. മിക്ക ആളുകളും ഇത്തരം അപമാനങ്ങൾ നേരിടുമ്പോൾ രണ്ട് രീതിയിലാണ് പ്രതികരിക്കാറുള്ളത്. ഒന്നുകിൽ അവർ ആ നിമിഷം തന്നെ പൊട്ടിത്തെറിക്കും, വഴക്കുണ്ടാക്കും, ചിലപ്പോൾ ശാരീരികമായ ആക്രമണങ്ങളിലേക്ക് വരെ കടക്കും. ഇതിന്റെ ഫലമെന്താണെന്ന് ചോദിച്ചാൽ പലപ്പോഴും ഇത് ആ വ്യക്തിയുടെ തന്നെ വിലകളയാനേ ഉപകരിക്കൂ. ഇനി രണ്ടാമത്തെ കൂട്ടർ, അവർ ഈ അപമാനം മുഴുവൻ ഉള്ളിലൊതുക്കി സ്വയം പഴിച്ച് തനിക്കൊന്നിനും കൊള്ളില്ലെന്ന അപകർഷതാബോധത്തിലേക്ക് വീണുപോകും. ഡിപ്രഷനിലേക്കും നിരാശയിലേക്കും അവർ വഴുതി വീഴും. എന്നാൽ അപമാനങ്ങളെ നേരിടാൻ മൂന്നാമതൊരു വഴിയുണ്ട്. സാധാരണക്കാർക്ക് ചിന്തിക്കാൻ കഴിയുന്നതിനും അപ്പുറത്തുള്ള ഒരു വഴി. അപമാനത്തെ ഒരു ആയുധമാക്കി മാറ്റുന്ന, അതിനെ ഇന്ധനമാക്കി മാറ്റി വൻവിജയങ്ങൾ കൊയ്യുന്ന ഒരു പ്രത്യേക തന്ത്രം. ചരിത്രം പരിശോധിച്ചാൽ ലോകം കണ്ട ഏറ്റവും വലിയ വിജയങ്ങളെല്ലാം ജനിച്ചിട്ടുള്ളത് ഇതുപോലെ ഏതോ ഒരു നിമിഷത്തിൽ ആരോ നൽകിയ വലിയൊരു അപമാനത്തിൽ നിന്നാണെന്ന് കാണാൻ കഴിയും. ആ തന്ത്രം എന്താണെന്ന് മനസ്സിലാക്കാൻ നാം ഭാരതത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും മികച്ച തന്ത്രജ്ഞനായ ബുദ്ധിമാനുമായ ഒരാളിലേക്ക് തിരിഞ്ഞു നോക്കേണ്ടതുണ്ട്. അതാണ് ചാണക്യൻ. ഇന്ന് നാം ചർച്ച ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ നേരിടുന്ന ഏതൊരു അപമാനത്തെയും വലിയ വിജയമാക്കി മാറ്റാനുള്ള ചാണക്യന്റെ അതിശക്തമായ തന്ത്രങ്ങളെക്കുറിച്ചാണ്. ചാണക്യന്റെ തന്ത്രങ്ങളിലേക്ക് കടക്കുന്നതിനു മുൻപ് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ സംഭവിച്ച ഒരു കാര്യം നാം അറിഞ്ഞിരിക്കണം. അതാണ് ഈ ലോകം കണ്ട ഏറ്റവും വലിയ സാമ്രാജ്യങ്ങളിലൊന്നിന്റെ ഉദയത്തിന് കാരണമായത്. പാടലീപുത്രത്തിലെ നന്ദവംശരാജാവായ ധനനന്ദന്റെ കൊട്ടാരത്തിലേക്ക് ഒരു ദിവസം ചാണക്യൻ കടന്നുചെല്ലുന്നു. തന്റെ രാജ്യത്തിന് വരാനിരിക്കുന്ന ഒരു വലിയ വിപത്തിനെക്കുറിച്ച് രാജാവിന് മുന്നറിയിപ്പ് നൽകുക എന്നതായിരുന്നു ചാണക്യന്റെ ഉദ്ദേശം. എന്നാൽ അഹങ്കാരിയായ ധനനന്ദൻ ചാണക്യന്റെ വാക്കുകൾ കേൾക്കാൻ തയ്യാറായില്ല. പകരം സഭയിലുള്ള എല്ലാവരുടെയും മുന്നിൽ വെച്ച് ചാണക്യനെ ക്രൂരമായി അപമാനിച്ചു. അദ്ദേഹത്തിന്റെ രൂപത്തെയും ദാരിദ്ര്യത്തെയും പരിഹസിച്ചു. അവിടെ വെച്ച് ചാണക്യനെ പിടിച്ചു തള്ളുകയും അദ്ദേഹത്തിന്റെ ശിഖ അഴിയുകയും ചെയ്തു. ഒരു ബ്രാഹ്മണനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ അപമാനമായിരുന്നു അത്. ആ വലിയ സദസ്സിൽ വെച്ച് എല്ലാവരും ചാണക്യനെ നോക്കി പരിഹസിച്ചു ചിരിച്ചു. ആ സ്ഥാനത്ത് നിങ്ങളോ ഞാനോ ആയിരുന്നെങ്കിൽ എന്തു ചെയ്യുമായിരുന്നു? ഒന്നുകിൽ പേടിച്ച് തലതാഴ്ത്തി അവിടെ നിന്നും ഇറങ്ങിപ്പോകുമായിരുന്നു, അല്ലെങ്കിൽ ദേഷ്യം വന്ന് രാജാവിനെ തിരിച്ചു ചീത്ത വിളിക്കുമായിരുന്നു. അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ രാജാവിന്റെ പടയാളികൾ അപ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ തല വെട്ടുമായിരുന്നു. എന്നാൽ ചാണക്യൻ അവിടെ ചെയ്തത് മറ്റൊന്നാണ്. അദ്ദേഹം തന്റെ വികാരങ്ങളെ നിയന്ത്രിച്ചു. തന്റെ അഴിഞ്ഞുകിടക്കുന്ന ശിഖയിൽ പിടിച്ച് രാജാവിന്റെ കണ്ണുകളിലേക്ക് നോക്കി അദ്ദേഹം ഒരു പ്രതിജ്ഞയെടുത്തു. ഹേ അഹങ്കാരിയായ രാജാവേ, എന്നെ നീ ഈ സഭയിൽ വെച്ച് അപമാനിച്ചതിന്റെ ഫലം നീ അനുഭവിക്കും. നിന്റെ അഹങ്കാരത്തിന് കാരണമായ ഈ സിംഹാസനവും നന്ദവംശവും ഞാൻ വേരോടെ പിഴുതെറിയും. അതുവരെ എന്റെ ഈ ശിഖ ഞാൻ കെട്ടില്ല. ഇത്രയും പറഞ്ഞിട്ട് അദ്ദേഹം അവിടെ നിന്നും തിരിഞ്ഞു നടന്നു. പിന്നീട് ചരിത്രം കണ്ടത് ഈ അപമാനത്തെ ചാണക്യൻ എങ്ങനെയാണ് ഒരു മഹാസാമ്രാജ്യമാക്കി മാറ്റിയതെന്നാണ്. അദ്ദേഹത്തിന്റെ ആ യാത്രയിൽ നിന്നാണ് ഈ മഹത്തായ തന്ത്രങ്ങൾ ഉരുത്തിരിഞ്ഞുവന്നത്. വീഡിയോയിലെ പ്രധാന കാര്യങ്ങളിലേക്ക് കടക്കുന്നതിനു മുൻപായി ഒരു കാര്യം പറയട്ടെ. നിങ്ങൾക്ക് ജീവിതത്തിൽ നേരിട്ട ഏറ്റവും വലിയ അപമാനമോ വിഷമമോ എന്താണെന്ന് ഓർക്കുന്നുണ്ടെങ്കിൽ അത് താഴെ കമന്റ് ചെയ്യുക. ഒപ്പം ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത്, കാരണം ഇത് അത്രത്തോളം ആളുകളിലേക്ക് എത്തിച്ചേരാൻ അത് സഹായിക്കും. ചാണക്യന്റെ ഒന്നാമത്തെ തന്ത്രം ഇതാണ്: അപമാനിക്കപ്പെടുന്ന നിമിഷത്തിൽ തികഞ്ഞ മൗനം പാലിക്കുക. ഒരാൾ നിങ്ങളെ അപമാനിക്കുമ്പോൾ അയാളുടെ പ്രധാന ഉദ്ദേശം നിങ്ങളെ പ്രകോപിപ്പിക്കുക എന്നതാണ്. നിങ്ങളുടെ സമനില തെറ്റിക്കുക, നിങ്ങളെക്കൊണ്ട് മോശമായി പ്രതികരിപ്പിക്കുക, അതുവഴി നിങ്ങളൊരു വിഡ്ഢിയാണെന്ന് മറ്റുള്ളവർക്ക് മുന്നിൽ തെളിയിക്കുക. ഇതാണ് നിങ്ങളെ അപമാനിക്കുന്ന വ്യക്തിയുടെ ലക്ഷ്യം. അവിടെ വെച്ച് നിങ്ങൾ ദേഷ്യപ്പെട്ടാൽ, പ്രതികരിച്ചാൽ, ആ നിമിഷം നിങ്ങൾ അയാളുടെ കെണിയിൽ വീണുകഴിഞ്ഞു. നിങ്ങളുടെ നിയന്ത്രണം അയാളുടെ കൈകളിലായി. ചാണക്യൻ പറയുന്നത് ഒരിക്കലും നിങ്ങളുടെ വികാരങ്ങളുടെ നിയന്ത്രണം മറ്റൊരാളുടെ കൈകളിൽ കൊടുക്കരുത് എന്നാണ്. നിങ്ങളെ ഒരാൾ പരിഹസിക്കുമ്പോൾ അയാളുടെ കണ്ണുകളിലേക്ക് നോക്കി ശാന്തമായി നിൽക്കുക. നിങ്ങളുടെ ആ മൗനം അയാളെ കൂടുതൽ അസ്വസ്ഥനാക്കും. പ്രതികരിക്കാതിരിക്കുന്നത് ഭയം കൊണ്ടല്ല, മറിച്ച് നിങ്ങളുടെ ബുദ്ധിശക്തി കൊണ്ടാണെന്ന് മനസ്സിലാക്കുക. ദേഷ്യം എന്നത് വിലപ്പെട്ട ഒരു ഊർജ്ജമാണ്. അത് വെറുതെ ഒരു വഴക്കിനുവേണ്ടി ചിലവാക്കരുത്. ആ ഊർജ്ജം നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് തിരിച്ചുവിടാനായി സൂക്ഷിച്ചുവെക്കുക.
ചാണക്യൻ രാജാവിനോട് പ്രതിജ്ഞയെടുത്തുവെങ്കിലും അദ്ദേഹം അവിടെ വെച്ച് ശാരീരികമായി പ്രതികരിക്കാൻ നിന്നില്ല. ആ നിമിഷത്തിലെ മൗനവും സ്വയം നിയന്ത്രണവുമാണ് ഭാവിയിലെ വിജയത്തിന്റെ ആദ്യപടി. രണ്ടാമത്തെ തന്ത്രം ദേഷ്യത്തെ വ്യക്തമായ ഒരു ലക്ഷ്യമാക്കി മാറ്റുക. നിങ്ങളെ അപമാനിച്ച വ്യക്തിയോട് ചില്ലറ പകപോക്കലുകൾക്ക് നിൽക്കരുത് എന്നാണ് ചാണക്യൻ പറയുന്നത്. നിങ്ങളെ ഒരാൾ പണത്തിന്റെ പേരിൽ പരിഹസിച്ചു എന്ന് കരുതുക. അയാളുടെ വണ്ടിയുടെ കാറ്റഴിച്ചുവിടുകയോ അയാളെപ്പറ്റി ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞു പരത്തുകയോ അല്ല വേണ്ടത്. അതൊക്കെ വളരെ ചെറിയ ആളുകൾ ചെയ്യുന്ന കാര്യങ്ങളാണ്. ചാണക്യൻ ധനനന്ദനോട് പകരം വീട്ടിയത് അയാളെ വഴിയിൽ വെച്ച് തല്ലിയിട്ടല്ല, പകരം അതിലും വലിയൊരു സാമ്രാജ്യം കെട്ടിപ്പടുത്ത് അയാളെ അധികാരത്തിൽ നിന്നും താഴെ ഇറക്കിയാണ്. നിങ്ങളുടെ ലക്ഷ്യം വളരെ വലുതായിരിക്കണം. നിങ്ങളെ പരിഹസിച്ചവർക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്തത്ര ഉയരത്തിൽ നിങ്ങളെത്തണം. അപമാനമുണ്ടാക്കിയ ആ വേദനയെ, ആ ദേഷ്യത്തെ ഒരു ഇന്ധനമാക്കി മാറ്റുക. ഓരോ തവണ മടുപ്പ് തോന്നുമ്പോഴും തളർന്നു പോകുമ്പോഴും ആ അപമാനിക്കപ്പെട്ട നിമിഷം മനസ്സിലേക്ക് കൊണ്ടുവരിക. അത് നിങ്ങളെ വീണ്ടും മുന്നോട്ട് കുതിക്കാൻ സഹായിക്കും. നിങ്ങൾക്ക് കിട്ടിയ അപമാനം ഒരു തീപ്പൊരിയാണ്. അതുവെച്ച് നിങ്ങളുടെ സ്വന്തം വീട് കത്തിക്കാതെ വിജയത്തിന്റെ വലിയൊരു എഞ്ചിൻ പ്രവർത്തിപ്പിക്കാൻ ആ തീപ്പൊരി ഉപയോഗിക്കുക. മൂന്നാമത്തെ തന്ത്രം സ്വയം മെച്ചപ്പെടുത്തലിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ലോകത്തിലെ ഏറ്റവും മികച്ച പ്രതികാരമെന്നത് നിങ്ങൾ നേടുന്ന വലിയ വിജയമാണ്. അപമാനിക്കപ്പെട്ട ശേഷം ചാണക്യൻ കാട്ടിലേക്ക് പോയി തപസ് ചെയ്യുകയല്ല ചെയ്തത്. തന്റെ ലക്ഷ്യം നേടാനായി തനിക്ക് എന്തെല്ലാം കഴിവുകൾ വേണം, എന്തെല്ലാം വിഭവങ്ങൾ വേണം എന്ന് അദ്ദേഹം പഠിച്ചു. അദ്ദേഹം ചന്ദ്രഗുപ്തൻ എന്ന ഒരു സാധാരണ കുട്ടിയെ കണ്ടെത്തി അവന് യുദ്ധതന്ത്രങ്ങളും രാജ്യതന്ത്രങ്ങളും പഠിപ്പിച്ചുകൊടുത്തു. സ്വന്തം കഴിവുകളെ നിരന്തരം മെച്ചപ്പെടുത്തിക്കൊണ്ടിരുന്നു. നിങ്ങളെ ഒരാൾ അപമാനിച്ചാൽ നിങ്ങളുടെ പോരായ്മകളെക്കുറിച്ചായിരിക്കും അവർ സംസാരിച്ചിട്ടുണ്ടാവുക. ആ പോരായ്മകളെ നിങ്ങളുടെ കരുത്താക്കി മാറ്റുക. നിങ്ങളുടെ വിദ്യാഭ്യാസം, നിങ്ങളുടെ ആരോഗ്യം, നിങ്ങളുടെ സാമ്പത്തിക നില, നിങ്ങളുടെ വ്യക്തിത്വം എന്നിവ മെച്ചപ്പെടുത്താൻ രാവും പകലും അധ്വാനിക്കുക. മറ്റുള്ളവർ നിങ്ങളെക്കുറിച്ച് എന്തു പറയുന്നു എന്നതല്ല, നിങ്ങൾ നിങ്ങളെക്കുറിച്ച് എന്തു വിശ്വസിക്കുന്നു എന്നതാണ് പ്രധാനം. നിങ്ങളുടെ വാക്കുകൾ കൊണ്ടല്ല, നിങ്ങളുടെ പ്രവൃത്തികൾ കൊണ്ടും നിങ്ങൾ നേടുന്ന വിജയങ്ങൾ കൊണ്ടുമാണ് നിങ്ങൾ മറുപടി പറയേണ്ടത്. അവർ നിങ്ങളുടെ കുറവുകൾ നോക്കി ചിരിച്ച സ്ഥാനത്ത് നിങ്ങളുടെ നേട്ടങ്ങൾ കണ്ട് അവർക്ക് തലകുനിക്കേണ്ടി വരണം. നാലാമത്തെ തന്ത്രം ശത്രുവിന്റെ ദൗർബല്യങ്ങൾ മനസ്സിലാക്കുക. നിങ്ങളെ അപമാനിക്കുന്ന വ്യക്തി പലപ്പോഴും വളരെ കരുത്തനായിരിക്കാം. സമ്പത്തോ അധികാരമോ സ്വാധീനമോ ഉള്ള ആളായിരിക്കാം. നേരിട്ട് ചെന്ന് അവരോട് യുദ്ധം ചെയ്യുന്നത് ബുദ്ധിശൂന്യതയാണ്. ചാണക്യൻ ഒരിക്കലും നന്ദസാമ്രാജ്യത്തോട് ഒറ്റയ്ക്ക് പടപൊരുതാൻ പോയില്ല. പകരം അദ്ദേഹം അവരുടെ ദൗർബല്യങ്ങൾ പഠിച്ചു. ജനങ്ങൾ നന്ദരാജാവിന്റെ ഭരണത്തിൽ അസംതൃപ്തരാണെന്ന് അദ്ദേഹം മനസ്സിലാക്കി. ചുറ്റുമുള്ള ചെറിയ രാജാക്കന്മാർ നന്ദവംശത്തോട് എതിർപ്പുള്ളവരാണെന്ന് അദ്ദേഹം കണ്ടെത്തി. അതുപോലെ നിങ്ങളുടെ ജീവിതത്തിലും നിങ്ങളെ അപമാനിക്കുന്ന വ്യക്തിയുടെയോ സാഹചര്യത്തിന്റെയോ ദൗർബല്യങ്ങൾ എന്താണെന്ന് കൃത്യമായി മനസ്സിലാക്കുക. അതിനർത്ഥം അവരെ ഉപദ്രവിക്കണം എന്നല്ല, മറിച്ച് അവർക്ക് നിങ്ങളെ വീണ്ടും ഉപദ്രവിക്കാൻ കഴിയാത്ത വിധത്തിൽ നിങ്ങളുടെ പ്രതിരോധം തീർക്കുക എന്നതാണ്. ബുദ്ധികൊണ്ട് വേണം സാഹചര്യങ്ങളെ നേരിടാൻ. അഞ്ചാമത്തെ തന്ത്രം ശരിയായ സമയത്തിനായി കാത്തിരിക്കുക. ചാണക്യന്റെ ജീവിതത്തിലെ വളരെ പ്രസിദ്ധമായൊരു സംഭവമുണ്ട്. ഒരിക്കൽ ചാണക്യൻ ഒരു കാട്ടിലൂടെ നടന്നുപോകുമ്പോൾ അദ്ദേഹത്തിന്റെ കാലിൽ ഒരു പ്രത്യേകതരം പുല്ല് തട്ടിമുറിഞ്ഞു. സാധാരണ ഒരാളായിരുന്നെങ്കിൽ ആ പുല്ല് പറിച്ച് ദൂരെ എറിഞ്ഞ് നടന്നുപോകുമായിരുന്നു. എന്നാൽ ചാണക്യൻ തന്റെ ശിഷ്യന്മാരോട് കുറച്ചു മധുരമുള്ള സിറപ്പ് കൊണ്ടുവരാൻ പറഞ്ഞു. എന്നിട്ട് ആ പുല്ലിന്റെ വേരുകളിൽ ആ മധുര സിറപ്പ് ഒഴിച്ചുകൊടുത്തു. ശിഷ്യന്മാർ ചോദിച്ചു, ഇതെന്തിനാണ് ചെയ്യുന്നത്? ചാണക്യൻ പറഞ്ഞു, ഇപ്പോൾ ഈ മധുരം തേടി ഉറുമ്പുകൾ വരും. ഉറുമ്പുകൾ ഈ പുല്ലിന്റെ വേരുകൾ കടിച്ചു തിന്ന് നശിപ്പിക്കും. പിന്നീട് ഒരിക്കലും ഈ പുല്ലിവിടെ വളരില്ല, ആർക്കും ശല്യമാകുകയുമില്ല. ഇതാണ് ചാണക്യന്റെ ക്ഷമയും തന്ത്രവും. ഏതു വലിയ കാര്യവും സാധിക്കാൻ സമയമെടുക്കും. അപമാനം നേരിട്ട് ഉടൻ തന്നെ വിജയിച്ചു കാണിക്കണം എന്ന് വാശി പിടിക്കരുത്. വലിയ വിജയങ്ങൾ ഒരു രാത്രി കൊണ്ടുണ്ടാകുന്നതല്ല. അതിനു വർഷങ്ങളുടെ കാത്തിരിപ്പും അധ്വാനവും വേണ്ടിവരും. ഒരു വേട്ടക്കാരൻ തന്റെ ഇരയെ വീഴ്ത്താൻ അനങ്ങാതെ കാത്തിരിക്കുന്നതുപോലെ നിങ്ങളുടെ വിജയത്തിന്റെ നിമിഷത്തിനായി ക്ഷമയോടെ കാത്തിരിക്കുക. നിങ്ങളുടെ സമയത്തിനായി കാത്തിരിക്കുക. ആ സമയം വരുമ്പോൾ ഏറ്റവും ശക്തമായി തന്നെ നിങ്ങൾ പ്രതികരിക്കണം, നിങ്ങളുടെ വിജയത്തിലൂടെ. ഈ തന്ത്രങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. ഒപ്പം ഇതിൽ ഏത് തന്ത്രമാണ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പ്രാവർത്തികമാക്കാൻ പോകുന്നത് എന്ന് കമന്റ് ചെയ്യുക. ആറാമത്തെ തന്ത്രം നിങ്ങളുടെ ചുറ്റും വിശ്വസ്തരായ ആളുകളുടെ ഒരു വലയം സൃഷ്ടിക്കുക. ഒറ്റയ്ക്ക് നിന്ന് പോരാടുക എന്നത് സിനിമകളിൽ കാണാൻ നല്ലതാണ്, എന്നാൽ യഥാർത്ഥ ജീവിതത്തിൽ വിജയത്തിന് മറ്റുള്ളവരുടെ സഹായം അത്യാവശ്യമാണ്. ചാണക്യൻ തന്റെ ലക്ഷ്യം നേടാനായി ചന്ദ്രഗുപ്തനെ മാത്രമല്ല, പർവ്വതകൻ എന്ന രാജാവിനെയും മറ്റു പല സൈന്യാധിപന്മാരെയും തന്റെ കൂടെ കൂട്ടി. നിങ്ങളെ ഒരാൾ അപമാനിക്കുമ്പോൾ നിങ്ങൾ ഒറ്റപ്പെട്ടുപോയതായി നിങ്ങൾക്ക് തോന്നാം. ആ സമയത്ത് നിങ്ങളെ മനസ്സിലാക്കുന്ന, നിങ്ങളുടെ കഴിവിൽ വിശ്വസിക്കുന്ന ആളുകളെ ഒപ്പം നിർത്തുക. അത് നിങ്ങളുടെ സുഹൃത്തുക്കളാകാം, കുടുംബാംഗങ്ങളാകാം, അല്ലെങ്കിൽ സമാന ചിന്താഗതിയുള്ള മറ്റുള്ളവരാകാം. നല്ല ആളുകളുടെ പിന്തുണ നിങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കും. നിങ്ങളുടെ ലക്ഷ്യത്തിലേക്കുള്ള യാത്രയിൽ ഈ ബന്ധങ്ങൾ വളരെ വലിയൊരു മുതൽക്കൂട്ടായി മാറും. ഏഴാമത്തെ തന്ത്രം വൈകാരികമായ അകലം പാലിക്കുക.
അപമാനങ്ങൾ പലപ്പോഴും നമ്മുടെ ഹൃദയത്തിലേക്കാണ് നേരിട്ടുകൊള്ളുന്നത്. എന്നാൽ ചാണക്യൻ പറയുന്നത് ഒരു തന്ത്രജ്ഞൻ ഒരിക്കലും തന്റെ വികാരങ്ങളെ തീരുമാനങ്ങളെടുക്കാൻ അനുവദിക്കരുത് എന്നാണ്. നിങ്ങളെ പരിഹസിക്കുന്ന വാക്കുകൾക്ക് നിങ്ങളെ നിർവചിക്കാൻ കഴിയില്ല എന്ന് ആദ്യം സ്വയം തിരിച്ചറിയുക. അവർ പറയുന്നത് അവരുടെ കാഴ്ചപ്പാടാണ്, അതൊരിക്കലും നിങ്ങളുടെ യാഥാർത്ഥ്യമല്ല. ഈയൊരു ചിന്ത മനസ്സിൽ ഉറപ്പിച്ചാൽ പിന്നെ ആരുടെ അപമാനവും നിങ്ങളെ ബാധിക്കില്ല. ഒരു താമരയിലയിലെ വെള്ളത്തുള്ളി പോലെ വികാരങ്ങളെ മനസ്സിൽ നിന്നും എളുപ്പത്തിൽ കുടഞ്ഞെറിയാൻ നിങ്ങൾക്ക് സാധിക്കണം. നിങ്ങളെ അപമാനിച്ച വ്യക്തിയെ ഒരു ശത്രുവായി കാണുന്നതിനേക്കാൾ നിങ്ങളുടെ പോരായ്മകൾ നിങ്ങൾക്ക് ചൂണ്ടിക്കാണിച്ചു തന്ന ഒരു ഗുരുവായി കാണുക. നിങ്ങളുടെ ഉള്ളിലെ ഉറങ്ങിക്കിടന്ന വാശിയെ ഉണർത്തിയ ആളായി കാണുക. ആ രീതിയിൽ ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് അവരോട് ദേഷ്യത്തിനു പകരം ഒരുതരം നന്ദിയാകും തോന്നുക. 8ാമത്തെ തന്ത്രം തുടർച്ചയായ പ്രവർത്തനവും സ്ഥിരോത്സാഹവും. ലക്ഷ്യം തീരുമാനിച്ചു, ദേഷ്യത്തെ ഇന്ധനമാക്കി, ഇനി വേണ്ടത് വിശ്രമമില്ലാത്ത പരിശ്രമമാണ്. പലരും തുടക്കത്തിൽ വലിയ ആവേശത്തോടെ കാര്യങ്ങൾ തുടങ്ങും, എന്നാൽ കുറച്ചു കഴിയുമ്പോൾ ആ വാശി കെട്ടുപോകും. അപമാനത്തിന്റെ വേദന മറന്നു തുടങ്ങുമ്പോൾ അവരുടെ പരിശ്രമവും നിൽക്കും. എന്നാൽ ചാണക്യൻ തന്റെ ശിഖ കെട്ടാതെ വർഷങ്ങളോളം അലഞ്ഞു നടന്നു. തന്റെ ലക്ഷ്യം പൂർത്തിയാകുന്നതുവരെ അദ്ദേഹം വിശ്രമിച്ചില്ല. നിങ്ങളുടെ ജീവിതത്തിലും ഈ ഒരു സ്ഥിരോത്സാഹം വേണം. ദിവസവും നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് ഒരിഞ്ചെങ്കിലും നിങ്ങൾ മുന്നേറണം. തടസ്സങ്ങൾ വരുമ്പോൾ വഴിമാറ്റി സഞ്ചരിക്കുക, അല്ലാതെ ലക്ഷ്യം ഉപേക്ഷിക്കരുത്. ഇന്ന് നിങ്ങളെ നോക്കി പരിഹസിച്ചവർ നാളെ നിങ്ങളുടെ വിജയം കണ്ട് കൈയടിക്കുന്ന ആ ദിവസത്തിനായി നിരന്തരം പ്രവർത്തിക്കുക. അവസാനമായി, അപമാനം എന്നത് ജീവിതത്തിന്റെ അവസാനമല്ല, അതൊരു പുതിയ തുടക്കമാണ്. ഒരു ഇരുമ്പുതണ്ട് തീയിലിട്ട് ചൂടാക്കി ചുറ്റിക കൊണ്ടടിച്ചടിച്ചാണ് ഏറ്റവും മൂർച്ചയുള്ള വാളായി മാറ്റുന്നത്. നിങ്ങൾ നേരിടുന്ന ഓരോ അപമാനവും ആ ചുറ്റികയടിയാണ്. അത് നിങ്ങളെ തകർക്കാനല്ല, മറിച്ച് നിങ്ങളെ കൂടുതൽ കരുത്തരാക്കാനും മൂർച്ചയുള്ളവരാക്കാനുമാണ്. ചാണക്യനെ ധനനന്ദൻ അപമാനിച്ചില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ അദ്ദേഹം ഒരു സാധാരണ അധ്യാപകനായി തന്റെ ജീവിതം അവസാനിപ്പിക്കുമായിരുന്നു. ഇന്ത്യയുടെ ചരിത്രം തന്നെ മറ്റൊന്നാകുമായിരുന്നു. നിങ്ങളെ അപമാനിക്കുന്നവരോട് വാക്കുകൾ കൊണ്ടല്ല, നിങ്ങളുടെ വളർച്ച കൊണ്ടും വിജയം കൊണ്ടുമാണ് മറുപടി പറയേണ്ടത്. നിങ്ങളുടെ വിജയം അത്രത്തോളം വലുതായിരിക്കണം, അത് അവരുടെ കാതുകളിൽ ഒരു ഇടിമുഴക്കം പോലെ പതിക്കണം. ചാണക്യന്റെ ഈ തന്ത്രങ്ങൾ ജീവിതത്തിൽ പകർത്തുക. നിങ്ങളുടെ വേദനകളെ വിജയത്തിന്റെ പടവുകളാക്കി മാറ്റുക. ലോകം നിങ്ങളെ നോക്കി അത്ഭുതപ്പെടട്ടെ. നിങ്ങളുടെ പ്രതികാരം നിങ്ങളുടെ മഹാവിജയമാകട്ടെ. മറക്കരുത്, തോൽവി സമ്മതിക്കാത്തിടത്തോളം കാലം ആർക്കും നിങ്ങളെ തോൽപ്പിക്കാനാകില്ല. ഒരു വലിയ മാറ്റത്തിന് തയ്യാറാവുക. മുന്നോട്ടു കുതിക്കുക. എനിക്കിത് സാധിക്കുമെന്ന വിശ്വാസം എപ്പോഴും മനസ്സിലുണ്ടാകട്ടെ. നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും മികച്ച സമയം ഇനിയാണ് വരാനിരിക്കുന്നത്. നിങ്ങളുടെ വിജയത്തിനായി കാത്തിരിക്കുന്നു. നന്ദി, നമസ്കാരം.